അന്തോണി വന്നിട്ടുണ്ട് ബാപ്പ. നിന്നെ ഈ വേഷത്തിൽ കാണാനാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. മോനെ, വല നെയ്യാൻ മാത്രം അറിയാവുന്ന ഗ്രാമത്തിൽ നിന്ന് പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഒരു വക്കീല് രൂപം കൊണ്ടിരിക്കുക നമ്മുടെ സ്വന്തം അന്തോണി. ബാപ്പ, യുദ്ധത്തിന് പോകുന്ന ഒരുത്തിനും കരയാൻ പാടില്ല. നമ്മൾ ജനിച്ചു മരിച്ചു എന്നല്ലാതെ അവസാന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കണം. അന്തോണി മോനെ, നമ്മൾ നടത്താൻ പോകുന്ന ഈ പരിശുദ്ധമായ യുദ്ധത്തിന്റെ അവസാനം നാളെ ഇന്ത്യ ഗവൺമെന്റ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും പാപ്പ. അതിന്റെ മുന്നോടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന വിജയം, നമ്മുടെ വിജയം. അന്തോണി, ഒരു പുതിയ ചരിത്രം പഠിക്കാൻ നീ മാറാൻ പോവുകയാണ്. ഇത് മതം മാറ്റമല്ല, അവതാരമാണ്. ഒരു പുതിയ അവതാരം. ഇന്നു മുതൽ നീ അന്തോണിയല്ല, അബ്ദുള്ള. അബ്ദുള്ള, അബ്ദുള്ള. രോഹിണി, ഒന്നിങ്ങ് വന്നേടി. ഇന്ന് ആരുടെ പേരിലാണോ ചാറ്റിംഗ്? രമേശ്, എഞ്ചിനീയർ ഫ്രം കാലിഫോർണിയ. ഒരു പെണ്ണായിരുന്നിട്ടും പെണ്ണിനോട് തന്നെ ഒലിപ്പിക്കുന്നുണ്ടല്ലോ. നീ ആണുങ്ങളോട് ഒലിപ്പിക്കാറില്ലേ? ചെയ്യാറുണ്ട്, എന്നാ നിങ്ങളെപ്പോലെ ഒരുപാട് തേക്കാറില്ല. എന്റെ അറ്റാക്ക് സ്ട്രേറ്റ് അറ്റാക്കാണ്. ഞാൻ ഒലിപ്പിക്കണമെങ്കിൽ അയാൾക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഒക്കെ വേണം. അതെന്ത് ക്വാളിഫിക്കേഷനാ? നഖം വെട്ടി വൃത്തിയാക്കിയിരിക്കണം, ആളിന് നല്ല ഉയരം ഉണ്ടായിരിക്കണം, പല്ലിങ്ങനെ അടുങ്ങിയിരിക്കണം, കണ്ണില് കറണ്ട് ഉണ്ടാവണം, വൈഫിനെ ബഹുമാനിക്കുന്നവനായിരിക്കണം. ഇതിനെല്ലാറ്റിനും ഉപരി യോഗ്യനായിരിക്കണം അവൻ. എന്റെ പൊന്നു മോളെ, നീ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അതാരാ? രാമൻ ഫ്രം അയോധ്യ. പിന്നല്ലാതെ നീ പറയുന്ന ഗുണങ്ങളൊക്കെ ഉള്ള ആളാവണമെങ്കിൽ അത് 1000-1 ഉണ്ടാവൂ. അല്ലല്ല, കോടിയിലൊരുത്തനായിരിക്കും. കറക്റ്റ്. ആ കോടിയിലൊരുത്തനെ ഞാൻ തേടി കണ്ടുപിടിച്ചല്ലോ. എന്നാലും നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിയമം എന്നത് ഇരുട്ടുമുറിയല്ല, അത് വെളിച്ചം നിറഞ്ഞതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ നിയമം. അത് പരിശുദ്ധമാണ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്. മമ്മദൂട്ടി, ആ സ്പാനർ. അത് മുറുക്കാതെ ഇത് മുറുക്കടാ. അബ്ദുള്ള, നമുക്ക് ഈ കോർട്ടിന്റെ നടപടി മനസ്സിലാവണില്ല. സിവിലെന്നും പറയണ്, ക്രിമിനൽ എന്നും പറയണ്, ഒന്നും അങ്ങോട്ട് പിടികിട്ടില്ല. ആ വേസ്റ്റിംഗ് എടുത്ത്. ചേട്ടാ, നിങ്ങൾ പണം കൊടുത്ത ഫൈനാൻസുകാരൻ അത് അടിച്ചു മാറ്റി പോയാൽ അത് സിവിൽ കേസാണ്. അതല്ലാതെ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ അയാളെ തല്ലിയിരുന്നെങ്കിൽ അത് ക്രിമിനൽ കേസുവാ. പൊട്ടാ, ആ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ. എടി, നിന്റെ ആളെ കാണാനുണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. നോക്കടി, അതാ എന്റെ സെലക്ഷൻ. എന്റെ അടുത്ത് നിന്റെ കളിയൊന്നും വേണ്ട. പറഞ്ഞ മനസ്സിലാവില്ലേ? ഒന്ന് വെറുതെ ഇരിക്കണേ, വേറെ പണിയൊന്നുമില്ല. ഇതല്ലേ, നേരം വെളുത്താൽ ഇരുട്ടുന്നോടം വരെ എന്റെ ഭാര്യ അമ്മയും മുട്ടനടിയാന്ന്. നിയമപ്രകാരം അമ്മയാണോ ഭാര്യയാണോ പ്രധാനം? ഭാര്യയാണ് ചേട്ടാ പ്രധാനം. എന്താണെന്നറിയോ, ഒരമ്മയുടെ സ്ഥാനത്ത് ഭാര്യയ്ക്ക് നിൽക്കാം, എന്നാൽ ഒരു ഭാര്യയിൽ അമ്മയുമുണ്ട്. നിങ്ങളാ പറഞ്ഞത് ശരിയാ അബ്ദുള്ള. ആ വേസ്റ്റ് തുണി കിടക്കുക. അടുത്ത പൊരുത്ത് ഓക്കെ ആയിടി. അതെ, ഇവിടെ ഇലക്ഷൻ വരാൻ പോവല്ലേ. ഈ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ആൾമാറാട്ടം നടത്തുന്നവന്മാരില്ലേ, അവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾമാറാട്ടം നടത്തുന്ന തൊലി ഉരിച്ചെടുക്കണോടാ. അതല്ല ചേട്ടാ, ഒരുപാട് പേർക്ക് അലഞ്ഞ് നടപ്പുണ്ടല്ലോ. ഈ മനോഹരന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, അതുകൊണ്ടാ. ആൾമാറാട്ടം ഒരു തെറ്റാണ്.
എന്നാൽ മഹാഭാരതത്തിലെ കർണനും ആൾമാറാട്ടം ചെയ്തിട്ടാണ് കർണൻ തൻ്റെ പുണ്യം നേടിയെടുത്തത്. എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ നിങ്ങൾ കണ്ടോ? എന്താണ് കാണിക്കുന്നത്? അഴിച്ചു ഒന്ന് മാറ്റണം. ജോലി ചെയ്യാൻ വേണ്ടിയാ ശരിയേട്ടാ. മര്യാദയ്ക്കൊന്ന് പിടിക്കടാ. മൂന്ന് കോഴിക്കോട് ഹലുവ വന്നിരിക്കുന്നത്. എന്റെ അമ്മച്ചി. സ്പാനർ. സ്പാനറോ? ഇന്ദു, നിർദ്ദേശം. ഏതൊക്കെ കാര്യത്തിലാണ് ഈവ് ടീസിങ്? ഒരു പെണ്ണിന്റെ മനസ്സിനെ വേദനിക്കുന്ന പോലെ കളിയാക്കുന്നത്, കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത്, വണ്ടിയിൽ പോകുമ്പോൾ അവളെ ശല്യം ചെയ്യുന്നത്, ഫോണിൽ കൂടി വൃത്തികേട് പറയുന്നത്, സ്വാഭാവികമായി അവളുടെ സമ്മതമില്ലാതെ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഈവ് ടീസിങ് ആണ്. ഒരുത്തൻ അവനൊന്നും അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് നാളായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പേരെന്താ? അതിന്റെ പേര് പ്രേമോന്നാ. അതാണ്. അതിന് നിയമത്തിൽ എന്താണ് ശിക്ഷ? അതിന് നിയമം കൊണ്ടൊരു ശിക്ഷയും നൽകാൻ സാധിക്കില്ല. സമൂഹത്തിന് മാത്രമേ ശിക്ഷ നൽകാനാവൂ. അതാണ് കല്യാണം. കല്യാണം പോലെ കഠിനമായ മറ്റൊരു ശിക്ഷ വേറെ എവിടെയും തന്നെ കിട്ടില്ല. അങ്ങനെ ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കാം. പോയി എന്റെ മനോഹര, നിന്റെ ഒരു യോഗമടാ. കടയുടെ ഷട്ടർ. യുദ്ധം ആരംഭിച്ചു മോനെ. ഇന്ന് ആരംഭിക്കുന്ന ഈ മഹായുദ്ധം അടുത്ത 60 ദിവസം കൊണ്ട് തീർക്കണം. ആ 3 പേരും സാധാരണക്കാരല്ല, ഈ ഗവൺമെന്റിലെ തന്നെ പ്രധാനപ്പെട്ട അധികാരികളാണ്. അവരാണ് നീതിപതി, അവരുടെ തന്നെയാണ് നിയമങ്ങളും. ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അറിയാം പാപ്പ, ആദ്യം എന്നെ തേടി പോലീസ് ഇവിടെ വരും, അതിനുശേഷം CBI വരും, ചിലപ്പോൾ പട്ടാളം തന്നെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവരെല്ലാം വരുന്നതിന് മുമ്പ് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു പോകാതെ തന്നെ ഞാനെല്ലാം ചെയ്തിരിക്കും പാപ്പ. നിന്റെ ഓരോ നടപടികളും ഈ ഗവൺമെന്റിന് വലിയ തിരിച്ചടിയാകണം. ആയിരിക്കും പാപ്പ. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നേരിട്ട് ഗവൺമെന്റിന് ഒരു വിവരം നൽകും. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നിന്റെ പദ്ധതികൾ തുടങ്ങി വെക്കണം. ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ബാപ്പ, വക്കീലന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തോടെ മാപ്പ് ചോദിക്കാനായ ജഡ്ജ് ഇവിടെ വരുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന അതേ തീയതിയിൽ തന്നെ, അതേ സ്ഥലത്ത് തന്നെ.